ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നത്, ബേസിക്കലി അറേയിലെ വാല്യൂ സക്സസ് ചെയ്യുന്നതും ഒരു മെത്തേഡ് അറേയിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്ന ഒരു പുഷ് മെത്തേഡൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ അറേയിലെ കൗണ്ട് കണ്ടുപിടിക്കാൻ ലെങ്ത്തും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അറേയിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്ന മെത്തേഡ്സ്, അതുപോലെ ജാവാസ്ക്രിപ്റ്റിൽ ഒരു അറേ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ഡാറ്റ സപ്പോർട്ട് ചെയ്യും, എന്തൊക്കെ ഡാറ്റ, ഏതൊക്കെ ടൈപ്പ് ഡാറ്റ നമുക്ക് കൊടുക്കാൻ പറ്റും നോക്കാം. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇപ്പൊ നിങ്ങൾ പ്രോഗ്രാമിങ്ങോ C++ഓ ജാവയൊക്കെ പഠിക്കുന്ന സമയത്ത് അറേന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് അറേ ഈസ് എ സെറ്റ് ഓഫ് ഡാറ്റ വിത്ത് സെയിം ഡാറ്റ ടൈപ്പ്. അപ്പോൾ അറേയിലെ എല്ലാ എലമെന്റ്സും സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം എന്നായിരുന്നു ഇത്രയും നാള് നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, സർവർ സൈഡ് പ്രോഗ്രാമിംഗ് അല്ല. ഇനി ജാവാസ്ക്രിപ്റ്റിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു റെസ്ട്രിക്ഷനേ ഇല്ല. അതായത് ഒബ്ജക്റ്റ് പോലെ തന്നെ ഒരു അറേയിൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പേഴ്സന്റെ അറേ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിക്ലയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഡിക്ലയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇനിഷ്യലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വാല്യൂ കൊടുക്കുക. മനസ്സിലായോ? അതെനിക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു കേട്ടോ. പ്രോഗ്രാമിങ്ങിലൊക്കെ നല്ല നോളജ് ഉള്ളവർക്ക് ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ അറേയിലേക്ക് വരുന്ന സമയത്ത് ഒരു അറേയിൽ തന്നെ മൾട്ടിപ്പിൾ ഡാറ്റ ടൈപ്പ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. ഇനി ഏതൊക്കെ ഡാറ്റ ടൈപ്പ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട നമ്പർ, സ്ട്രിങ്, അതുപോലെ ഒബ്ജക്ട്സും ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യാം, അറേന്റെ എലമെന്റ്സ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ആദ്യം ഞാൻ ഈ അറേയിൽ ഒരു സ്ട്രിങ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. രണ്ടാമത് ഈ പേഴ്സന്റെ ഏജ് ഞാനൊരു നമ്പർ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്പർ. ഇനി മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇത് രണ്ടും മാത്രമല്ല ഒബ്ജക്റ്റ് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാന്ന്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റിന് പ്രോപ്പർട്ടീസ് അസൈൻ ചെയ്യുകയാണ്. ജോബ് എന്ന് കൊടുക്കാം അല്ലെ. ഡെവലപ്പറിന് ജോബും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതും മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തൊരു ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്യാം. അത് ഫംഗ്ഷൻ ഡിക്ലറേഷനോ അല്ലെങ്കിൽ നമ്മൾ കണ്ട അറേ ഫംഗ്ഷൻ എക്സ്പ്രഷനോ ആരോ ഫംഗ്ഷനോ ഏത് ടൈപ്പ് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് ഇതിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു അനോണിമസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ അകത്തൊരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ജസ്റ്റ് ഹലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇപ്പൊ കണ്ടില്ലേ, ജാവാസ്ക്രിപ്റ്റിൽ ഒരു അറേ എടുത്താൽ അതിലെ എലമെന്റ്സിന് കോമൺ ആയിട്ടൊരു ഡാറ്റ ടൈപ്പ് വേണം എന്നുള്ള റെസ്ട്രിക്ഷൻ ഇല്ല. എല്ലാ ടൈപ്പ് ഡാറ്റയും ഒരു അറേയിൽ നമുക്ക് കൊടുക്കാം ഇതുപോലെ. ഇനി അതിൽ ഏത് ടൈപ്പ് ഡാറ്റ വേണമെങ്കിലും ഇതിൽ സപ്പോർട്ട് ചെയ്യും. സ്ട്രിങ്, നമ്പർ, ഒബ്ജക്റ്റ്, ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ആണല്ലേ ജാവാസ്ക്രിപ്റ്റിൽ. ഇനി നമുക്ക് ഈ എലമെന്റ്സിനെ ഒന്ന് ആക്സസ് ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ത്രൂ ആണ്, ഇൻഡെക്സ് വെച്ചിട്ടാണ് ഇതിനെ ആക്സസ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റിന്റെ അറേന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് വാല്യൂലായിരുന്നു? 0-യിലായിരുന്നു. ഏജ് ആക്സസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇൻഡെക്സ് 1-ലാണ് കിടക്കുന്നത്. ഇനി ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അത് ഇൻഡെക്സ് 2-ലാണുള്ളത്. അടുത്തത് നമുക്ക് ഫംഗ്ഷനെ ആക്സസ് ചെയ്യാം. ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആ ഫംഗ്ഷൻ ഏതാണോ ഉള്ളത് ആ ഇൻഡെക്സ് കൊടുക്കുക. ഇവിടെ തേർഡ് ഇൻഡെക്സ് ആണല്ലേ. നെക്സ്റ്റ് സാധാരണ പോലെ തന്നെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. നമുക്ക് ഫംഗ്ഷൻ ആക്സസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. റൺ ചെയ്യുമ്പം നെയിം, അതായത് സ്ട്രിങ്, നമ്പർ, ഏജ്, ഒബ്ജക്റ്റ്, ഫംഗ്ഷൻ എല്ലാം പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു എലമെന്റും കൂടെ ഈ അറേയിലേക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു, ആഡ് ചെയ്യണം. അതിന് നമ്മൾ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എന്തായിരുന്നു? പുഷ് മെത്തേഡ് അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പുഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇപ്പം പേഴ്സണൽ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഫേവറേറ്റ് കളർ റെഡ് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് ഏത് ഇൻഡെക്സിലായിരിക്കും വരിക? 4th ഇൻഡെക്സിലായിരിക്കും. അതായത് ഈ അറേയിൽ ടോട്ടൽ 5 എലമെന്റ്സ് ഉണ്ടല്ലേ, നമുക്ക് വരും. അപ്പൊ ഇങ്ങനെ പുഷ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ പുഷ് മെത്തേഡ് മാത്രമല്ല ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടും അറേയിലേക്ക് വാല്യൂ അസൈൻ ചെയ്യാം. ഇപ്പൊ നമ്മുടെ അറേയിൽ 4 എലമെന്റ്സ് ഉണ്ട്. ലാസ്റ്റ് എലമെന്റിന്റെ ഇൻഡെക്സ് 3 ആണല്ലേ. അപ്പൊ എനിക്ക് 4th ഒരു എലമെന്റ് അസൈൻ ചെയ്യണമെങ്കിൽ അറേ നെയിം ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്, നമ്മൾ ആക്സസ് ചെയ്യുന്ന സെയിം സ്ക്വയർ ബ്രാക്കറ്റിലേക്ക് എലമെന്റിന്റെ ഇൻഡെക്സ് കൊടുത്തിട്ട് അതിന് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. പുഷ് മെത്തേഡ് മാത്രമല്ല ഇൻഡെക്സ് ത്രൂവും കൂടുതലും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ആണ് കേട്ടോ. ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് നേരത്തെ കണ്ട പോലെ തന്നെ റെഡ് കാണാൻ പറ്റും.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്